അടുത്ത ഡിസിഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ് നെസ്റ്റഡ് ഇഫ്. അപ്പോൾ നമ്മൾ കൺട്രോൾ സ്ട്രക്ചേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ കൺട്രോൾ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ എക്സിക്യൂഷനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് രണ്ട് ടൈപ്പിലുണ്ട്, ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റും ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റും. ഡിസിഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി, അവിടെ നമ്മൾ ട്രൂ ഓർ ഫാൾസ് ഒരു കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ലൂപ്പ് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഒരു സാധനം എക്സിക്യൂട്ട് ചെയ്യണം, നമ്മൾ ലൂപ്പിംഗ് യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ തൽക്കാലം ആദ്യം ഡിസിഷനെ കുറിച്ച് പറയുകയാണ്. ഡിസിഷന് പറയുന്ന മറ്റൊരു പേരാണ് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നു. അപ്പോൾ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് രണ്ടെണ്ണം ഉണ്ട്, ഇഫും സ്വിച്ചും എന്ന് പറഞ്ഞു. ഇഫിൻ്റെ കുറേ ബ്രാഞ്ചസ് ഉണ്ട്. ഇഫിൻ്റെ 4 ഇഫ് ഉണ്ട്. സിമ്പിൾ ഇഫ് ഉണ്ട്, ഇഫ് എൽസ് ഉണ്ട്, ദെൻ നെസ്റ്റഡ് ഇഫ് ഉണ്ട്, ഇഫ് എൽസ് ഇഫ് ലാഡർ ഉണ്ട്, 4 ഇഫ് ഉണ്ട്, പിന്നെ ഒരു സ്വിച്ചും ഉണ്ട്. ഈ 5 നമ്മൾ ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് അകത്ത് വരിക. ഈ 5 സിൻറ്റാക്സ് മസ്റ്റായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തായാലും ചോദിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഇഫ് പഠിച്ചു. ഇഫ് പഠിച്ച സമയത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇഫിൽ ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇഫ് ഏജ് ഇസ് ഗ്രേറ്റർ ദാൻ 18 സി ഔട്ട് യു ക്യാൻ വോട്ട്. അതായത് 18 വയസ്സിനെക്കാട്ടും മുകളിലാണെങ്കിൽ നമ്മൾ എപ്പോഴും കണ്ടീഷൻ എന്തിൻ്റെ ഉള്ളിൽ കൊടുക്കണം, ബ്രാക്കറ്റിനുള്ളിൽ കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടീഷൻ കൊടുക്കണം, ഏജ് 18 വയസ്സിനെക്കാട്ടും മുകളിലാണെങ്കിൽ യു ക്യാൻ വോട്ട്. 18 വയസ്സിന് താഴെയാണ് നമ്മൾ കൊടുക്കുന്ന ഏജെങ്കിലോ അവിടെ യാതൊരു റിപ്ലൈ ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇഫിൽ എത്ര കണ്ടീഷൻ വെച്ചിട്ടുള്ളൂ, ഒരൊറ്റ കണ്ടീഷൻ. ആ കൊടുക്കുന്ന കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ റിസൾട്ട് ഉണ്ടാവും, കൊടുക്കുന്ന കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ നമുക്ക് യാതൊരു റെസ്പോൺസും ഉണ്ടാവില്ല. അതേസമയം ഇഫ് എൽസ് ആണെങ്കിലോ അവിടെ 2 കണ്ടീഷൻ ചെക്ക് ചെയ്യും. നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആ ഇഫിൻ്റെ ഭാഗവും, കൊടുക്കുന്ന കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ എൽസിൻ്റെ ഭാഗവും എക്സിക്യൂട്ട് ചെയ്യും അല്ലേ. അപ്പോൾ ഇന്നലെ നമ്മൾ ചെയ്ത പ്രോഗ്രാമിൽ നമ്മളങ്ങനെ പറയുകയുണ്ടായി അല്ലേ. അതായത് ഇഫ് ഏജ് ഇസ് ഗ്രേറ്റർ ദാൻ അങ്ങനെ എഴുതി വരുന്നില്ലേ പ്രോഗ്രാം. അപ്പോൾ നമ്മൾ മാർക്ക് എൻ്റർ ചെയ്യാൻ പറഞ്ഞു അല്ലേ. മാർക്ക് എൻ്റർ ചെയ്യാൻ പറയുന്ന സമയത്ത് ഇതാ, ഇഫ് എൻ്റർ യുവർ മാർക്ക്, ഇഫ് മാർക്ക് ഈസ് ഗ്രേറ്റർ ദാൻ 18 യു ഹാവ് പാസ്ഡ്. മാർക്ക് 18 മാർക്കിനെക്കാട്ടും കൂടുതലാണ് എങ്കിൽ യു ഹാവ് പാസ്, നിങ്ങൾ പാസ്സായി. എൽസ് എന്താണ്, യു ഹാവ് ഫെയിൽഡ്. അതായത് ഇപ്പോൾ നമ്മൾ സിമ്പിൾ ഇഫാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ വെച്ച് അവസാനിച്ചു അല്ലേ, ഇഫ് കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അതേസമയം ഇഫ് എൽസ് ആണെങ്കിൽ ഇഫ് കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് 2 അല്ലേ. അപ്പോൾ ഇഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ 18 ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന മാർക്ക് 18നേക്കാട്ടും മുകളിലാണെങ്കിൽ യു ഹാവ് പാസ്ഡ് എന്നുള്ള റിസൾട്ട് വരും. നമ്മൾ കൊടുക്കുന്ന മാർക്ക് 18നേക്കാട്ടും താഴെയാണെങ്കിൽ യു ഹാവ് ഫെയിൽഡ് എന്നുള്ള റിസൾട്ട് വരും. അതായത് ഇവിടെ കൊടുക്കുന്ന കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ നേരെ എവിടേക്ക് വരും, അതിൻ്റെ എൽസ് ഭാഗത്തിലേക്ക്. ഇതല്ലെങ്കിൽ ഇതിൻ്റെ എൽസ് ഭാഗത്തിലേക്ക്. കൊടുക്കുന്ന കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ അതിൻ്റെ എൽസ് ഭാഗത്തിലേക്ക് വരും. എന്ന് വെച്ചാൽ ഇവിടെ 2 കണ്ടീഷൻ ചെക്ക് ചെയ്യും. എന്തൊക്കെയാണ്, 18 വയസ്സിന് മേലെയും 18 വയസ്സിന് താഴെയുമുള്ള കണ്ടീഷൻസ് ചെക്ക് ചെയ്യും. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് നെസ്റ്റഡ് ഇഫാണ്. നെസ്റ്റഡ് ഇഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇഫിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എന്തെടുക്കാം, ഡിസിഷൻ എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ഇഫ് ബ്ലോക്കിൻ്റെ ഉള്ളിൽ മറ്റൊരു ഇഫ് ബ്ലോക്ക് വരുന്നതിനെയാണ് നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നത്. അതായത് ഒരു ഇഫിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഇതിൻ്റെ സിൻറ്റാക്സ് നോക്കിയാൽ മനസ്സിലാവും. ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ കേളി ബ്രാക്കറ്റ് ഫ്ലോർ ബ്രാക്കറ്റ് തുറന്നു, ഇഫ് ടെസ്റ്റ്, അതായത് ഇവിടെ കൊടുക്കുന്ന കണ്ടീഷൻ ട്രൂ ആണ് എങ്കിൽ നേരെ ഈ കേളി ബ്രാക്കറ്റിനുള്ളിൽ കയറും. അതായത് ഇവിടെ കൊടുക്കുന്ന കണ്ടീഷൻ എന്താവണം, ട്രൂ ആവണം. അപ്പോൾ ഇഫ് ഇവിടെ നമ്മൾ ടെസ്റ്റ് എക്സ്പ്രഷൻ കൊടുക്കുന്നു, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് കയറും. ഇതിൻ്റെ അകത്തേക്ക് കയറിയ ശേഷം അവിടെ പിന്നെയും എന്താണ്, ഇഫ് ടെസ്റ്റ്, നമ്മൾ ഇഫ് എൽസ് ആണ് ഇവിടെ പിന്നെയും കാണുന്നത്. ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1 എൽസ് സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 2. എപ്പോഴും ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ കൊടുക്കുന്ന സിംഗിൾ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ കേളി ബ്രാക്കറ്റിൻ്റെ ആവശ്യം ഇല്ല. ഒരു മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെങ്കിൽ മാത്രമേ എന്തിൻ്റെ ആവശ്യമുള്ളൂ, ഇവിടെ നമ്മൾ ഇടുന്ന കേളി ബ്രാക്കറ്റിന് ആവശ്യമുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മളൊരു കണ്ടീഷൻ കൊടുക്കുന്നു, ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഈ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ നേരെ എവിടേക്ക് വരും, അതിൻ്റെ എൽസ് ഭാഗത്തിലേക്ക് വരും. മനസ്സിലായോ? അപ്പോൾ ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവിടെ നമ്മളൊരു കണ്ടീഷൻ കൊടുക്കുന്നു, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഈ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ നേരെ എവിടേക്ക് വരും, അതിൻ്റെ എൽസ് ഭാഗത്തിലേക്ക് വരും. അതാണ് നമ്മുടെ നെസ്റ്റഡ് ഇഫ്. നെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കൂട്. അതായത് ഒരു ഇഫിനെ എന്തിലാക്കി വെച്ചാൽ ഒരു കൂട്ടിൻ്റെ അകത്താക്കി വെച്ചിരിക്കുകയാണ്. ഈ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്താക്കി വെച്ചിരിക്കുകയാണ്, ഈ ഇഫിൻ്റെ ഒരു കൂട്ട്, ഈ ഇഫ് ഒരു കൂടുണ്ടാക്കി അതിൻ്റെ അകത്താണ് ഈ ഇഫ് എൽസിനെ വച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് എന്തെന്ന് പറയുന്നത്, നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നത്. അപ്പോൾ നെസ്റ്റഡ് ഇഫിൻ്റെ സിൻറ്റാക്സ് പഠിക്കുക. ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ ഫ്ലോർ ബ്രാക്കറ്റിലേക്ക് കേളി ബ്രാക്കറ്റ് തുറന്നു, ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1 എൽസ് സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 2. കേളി ബ്രാക്കറ്റ് അവസാനിപ്പിച്ചു. ഇനി ഈ കൊടുക്കുന്ന കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ നേരെ എവിടേക്ക് വരും, ഇതിൻ്റെ എൽസിലേക്ക് വരും. അവിടെയുള്ള ബോഡി ഓഫ് എൽസിലേക്ക് വരും.
ഇതിൻ്റെ സിൻറ്റാക്സ് നമ്മൾ ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. എൽസിൻ്റെ അവിടെ നമ്മൾ ബോഡി ഓഫ് എൽസ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവിടെ നമ്മളൊരു കണ്ടീഷൻ കൊടുക്കുന്നു. ഈ കണ്ടീഷൻ ട്രൂ ആണ് എങ്കിൽ ഈ കേളി ബ്രാക്കറ്റ്, ഈ ഫ്ലവർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ അത് കയറുന്നു. ഇവിടെ മുതൽ ഇവിടെ വരെ ഈ ഫ്ലവർ ബ്രാക്കറ്റിനുള്ളിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഇവിടെ നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ നേരെ എവിടേക്ക് വരും? എൽസ് ഭാഗത്തേക്ക് വരും. എൽസിൻ്റെ അവിടെ പിന്നെയും എന്താണ് എഴുതിയിരിക്കുന്നത്? മറ്റൊരു ഇഫ് എൽസ് ആണ്. ഇതേ സാധനം തന്നെയാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷേ എന്താണ്, ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റുള്ളൂ. ഈ കണ്ടീഷൻ ഫാൾസ് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്കേ കയറില്ല. നേരെ എവിടേക്ക് വരും? ഇതിൻ്റെ എൽസ് ഭാഗത്തിലേക്ക്. അത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക. ഇഫ് ഒരു കണ്ടീഷൻ കൊടുക്കുന്നു, ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് വരുന്നു. ഈ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ അതിൻ്റെ എവിടേക്ക് വരും? അതിൻ്റെ എൽസ് ഭാഗത്തേക്ക് വരും. എൽസ് ഭാഗത്ത് വന്നിട്ട് ഇതിൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങൾ അത് ചെയ്യും. അതാണ് നെസ്റ്റഡ് ഇഫ്. അപ്പോൾ നെസ്റ്റഡ് ഇഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇഫിൻ്റെ ഉള്ളിൽ മറ്റൊരു ഇഫ് വരുന്നതിനെയാണ് നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നത്. നെസ്റ്റഡ് മീൻസ് വൺ ഇൻസൈഡ് അനദർ. ഒന്നിൻ്റെ ഉള്ളിൽ മറ്റൊരു കൂട് പോലെ, ഒന്നിൻ്റെ ഉള്ളിൽ മറ്റൊന്ന് വരുന്നതിനെയാണ് നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു ടെസ്റ്റ് എക്സ്പ്രഷൻ കൊടുക്കുന്നു. ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നു. ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ ഫാൾസ് ആണെങ്കിൽ നേരെ എവിടേക്ക് വരും? അതിൻ്റെ എൽസ് പാർട്ടിലേക്ക് വന്നിട്ട് ഈ ഭാഗങ്ങൾ എക്സിക്യൂട്ട് ചെയ്യും. ഇങ്ങനെയാണ് എന്ത് വർക്ക് ചെയ്യുന്നത്? നെസ്റ്റഡ് ഇഫ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മളടുത്ത് പറയുകയാണ് സി ഔട്ട് എൻ്റർ യുവർ സ്കോർ. നിങ്ങളുടെ സ്കോറ് എൻ്റർ ചെയ്യൂ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, സി ഔട്ടിൽ നമ്മൾ എന്ത് ഡബിൾ കോട്ട്സിൽ കൊടുത്താലും ഔട്ട്പുട്ട് സ്ക്രീനിൽ അത് അതുപോലെ കാണും. അപ്പോൾ ഔട്ട്പുട്ട് സ്ക്രീനിൽ എന്ത് എഴുതി കാണിക്കും? എൻ്റർ യുവർ സ്കോർ എന്ന് എഴുതി കാണിക്കും. അപ്പോൾ ഔട്ട്പുട്ട് സ്ക്രീനിൽ എന്ത് കാണിക്കും? എൻ്റർ യുവർ സ്കോർ എന്ന് എഴുതി കാണിക്കും. അപ്പോൾ ഞാൻ എൻ്റെ സ്കോറ് 65 എഴുതി കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരും സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60. 65 ഞാൻ കൊടുത്ത സ്കോറ്. അപ്പോൾ ഈ സ്കോറിന് നമ്മൾ കൊടുത്ത വാല്യൂ ആണ് 65. എൻ്റെ യുവർ സ്കോറിന് ഔട്ട്പുട്ട് സ്ക്രീനിൽ വരുമ്പോൾ ഞാൻ 65 എന്ന് കൊടുക്കുന്നു. 65 എന്ന് കൊടുക്കുന്ന സമയത്ത് എവിടെയൊക്കെ സ്കോർ എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ടോ അതിൻ്റെയൊക്കെ വാല്യൂ എന്തായി മാറി? ഈ 65 ആയി മാറി. അപ്പോൾ സ്കോറിൻ്റെ വാല്യൂ എന്തായി? 65 ആയി മാറി. 65 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60. 65 60-നെക്കാട്ടും വലുതാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. 65 60-നെക്കാട്ടും വലുതാണോ? ആണ്. നേരെ ഇവിടെ കൊടുത്ത കണ്ടീഷൻ നമ്മൾ നമ്മുടെ ഈ സിൻറ്റാക്സ് പ്രകാരം, ഈ സിൻറ്റാക്സിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ. ഇവിടെ നമ്മൾ ടെസ്റ്റ് എക്സ്പ്രഷൻ കൂടി കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ കേളി ബ്രാക്കറ്റിനുള്ളിൽ കയറുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ കൊടുത്ത കണ്ടീഷൻ എത്രയാണ്? 65 നമ്മൾ കൊടുത്ത സ്കോർ. 65 60-നെക്കാട്ടും വലുതാണ്. ഈ കണ്ടിത്ത കണ്ടീഷൻ ട്രൂ ആണ് അല്ലേ? 65 ഗ്രേറ്റർ ദാൻ 60 അല്ലേ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 ആണ്. അപ്പോൾ കൊടുത്ത കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ നേരെ ഇതിൻ്റെ അകത്തേക്ക് വരും. ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80. ഇപ്പം നമ്മൾ ഏജ് നമ്മൾ എന്താ കൊടുത്തു? 20 എന്ന് കൊടുത്തു എന്ന് വിചാരിക്കാം. 20 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18. 20 18-നെക്കാട്ടും വലുതാണോ? ആണ്. യു ആർ സെലക്റ്റഡ്. അപ്പോൾ നമുക്ക് എന്ത് വന്നു? റിസൾട്ട് വന്നു. അതാണ് നമ്മുടെ ഔട്ട്പുട്ട്. യു ആർ സെലക്റ്റഡ് റിസൾട്ട് വന്നു. എന്ന് വെച്ചാൽ എവിടേക്ക് കയറുന്നേ ഇല്ല, ഈ ഭാഗത്തേക്ക് പോകുന്നേ ഇല്ല. ഈ ഭാഗത്തേക്ക് എപ്പോൾ മാത്രമേ പോകുള്ളൂ? നമ്മൾ കൊടുക്കുന്ന സ്കോറ് ലെസ് ദാൻ 60 ആവുമ്പോൾ, ഇവിടുത്തെ കണ്ടീഷൻ ഫാൾസ് ആവുമ്പോൾ മാത്രമേ എവിടേക്ക് പോകുള്ളൂ? ഇതിൻ്റെ അകത്തേക്ക് പോവുകയുള്ളൂ. ഇവിടുത്തെ കണ്ടീഷൻ ട്രൂ ആയിരിക്കുന്നിടത്തോളം കാലം ഇതിൻ്റെ അകത്ത് മാത്രം കയറിയിട്ട് പ്രോഗ്രാമിൽ നിന്നും പുറത്തേക്ക് വരും. ഇവിടുത്തെ കണ്ടീഷൻ ഫാൾസ് ആണ്. ഇപ്പോൾ എൻ്റർ യുവർ സ്കോർ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ സ്കോറ് 57 കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ സ്കോർ എത്രയാണ്? 57 ആണ്. 57 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 ആണോ? 57 60-നെക്കാട്ടും വലുതാണോ? അല്ല. കണ്ടീഷൻ ഫാൾസ് ആയി. ഇങ്ങോട്ടേക്ക് വന്നു ഏജ്. അപ്പോൾ കണ്ടീഷൻ ഫാൾസ് ആയി കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് കയറുമോ? ഇല്ല. ഈ കണ്ടീഷൻ ഫാൾസ് ആയി കഴിഞ്ഞാൽ നേരെ ഇതിൻ്റെ എവിടേക്ക് പോകും? എൽസ് ഭാഗത്തേക്ക് പോകും. അപ്പോൾ ഇഫ് സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കോറ് 60-നെക്കാട്ടും വലുതാണോ എന്ന് ചെക്ക് ചെയ്തു. കണ്ടീഷൻ എന്താണ്? ട്രൂ ആണെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് കയറാം. കണ്ടീഷൻ ഫാൾസ് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്കേ കയറി, ഈ ഭാഗത്തേക്കേ കയറില്ല. നേരെ എവിടേക്ക് വരും? അതിൻ്റെ എൽസ് ഭാഗത്ത്. ഞാൻ കൊടുത്ത സ്കോർ എത്രയാണ്? 57 ആണ്. 57 60-നെക്കാട്ടും വലുതല്ല. നേരെ എവിടേക്ക് വരും? അതിൻ്റെ എൽസ് ഭാഗത്തേക്ക് വരും. എൽസ് ഭാഗത്തേക്ക് വന്ന ശേഷം നമ്മൾക്ക് അവിടെ ഏജും ചോദിച്ചിരുന്നു. ഏജ് 20 ആണ് വിചാരിക്കാം. 20 ലെസ് ദാൻ 30. 20 30-നെക്കാട്ടും ചെറുതാണോ? 20 30-നെക്കാട്ടും ചെറുതാണോ? ആണ് അല്ലേ? അപ്പോൾ യു ഗോട്ട് നോമിനേഷൻ. നിങ്ങൾക്ക് നോമിനേഷൻ കിട്ടി. അപ്പോൾ അതിൻ്റെ എൽസ് ഭാഗത്തേക്കും അത് പോവില്ല. അപ്പോൾ നെസ്റ്റഡ് ഇഫിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഒരു ഇഫിൻ്റെ ഉള്ളിൽ മറ്റൊരു ഇഫ് എൽസ്, ഒരു ഇഫ് എൽസിൻ്റെ ഉള്ളിൽ മറ്റൊരു ഇഫ് എൽസ് വരുന്നതിനെയാണ്
നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നത്. ആദ്യത്തെ ഇഫിൻ്റെ ഉള്ളിൽ ഒരു ഇഫ് എൽസ് വരുന്നു, പിന്നെ എൽസിൻ്റെ ഉള്ളിൽ വേറൊരു ഇഫ് എൽസ് വരുന്നു. അപ്പോൾ ഒരു ഇഫ് എൽസിൻ്റെ ഉള്ളിൽ മറ്റൊരു ഇഫ് എൽസ് വരുന്നതിനെയാണ് നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നത്. അപ്പോൾ നെസ്റ്റഡ് ഇഫിൻ്റെ അവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ടെസ്റ്റ് എക്സ്പ്രഷൻ അവിടെ കണ്ടീഷൻ നോക്കുന്നു. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ആ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്കിൻ്റെ അകത്തേക്ക്, അതായത് ആദ്യത്തെ ബ്ലോക്കിൻ്റെ അകത്തേക്ക് കയറുകയുള്ളൂ. ആദ്യത്തെ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ നേരെ എവിടേക്ക് പോകും? അതിൻ്റെ എൽസ് ഭാഗത്തിലേക്ക് പോകും. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ലാർജസ്റ്റ് എമംഗ് 3 നമ്പേഴ്സ്, അതായത് 3 നമ്പേഴ്സിൽ ഏതാണ് വലുത്? ഇപ്പോൾ ഞാൻ കൊടുക്കുന്ന 3 വാല്യൂസ്, എയുടെ വാല്യൂ 10, ബിയുടെ വാല്യൂ 5, സിയുടെ വാല്യൂ 15 ആണെന്ന് വിചാരിക്കുക. നമുക്ക് ഈ 3 എണ്ണത്തിൽ ലാർജസ്റ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോഗ്രാം ചെയ്യണം. അപ്പോൾ നമ്മൾ യൂസറിനോട് പറയുകയാണ്, യൂസറെ 3 വാല്യൂസ് എൻ്റർ ചെയ്യൂ. അപ്പോൾ ഞാൻ 3 വാല്യൂസ് കൊടുത്തു, 10, 5, 15. അപ്പോൾ ആദ്യം കൊടുക്കുന്ന എന്ത് വാല്യൂ ആണെങ്കിലും അത് ആർക്ക് പോവും? എക്ക് പോവും. രണ്ടാമത് കൊടുക്കുന്ന എന്ത് വാല്യൂ ആണെങ്കിലും അത് ആർക്ക് പോവും? ബിക്ക് പോവും. മൂന്നാമത് കൊടുക്കുന്ന വാല്യൂ സിക്ക് പോവും. ഈ വേരിയബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് വാല്യൂ. ഇപ്പോൾ ആദ്യം നമ്മൾ സി ബി എ എന്നാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ആദ്യം കൊടുത്ത വാല്യൂ സിക്ക് പോവും, രണ്ടാമത് കൊടുത്ത വാല്യൂ ബിക്ക് പോവും, മൂന്നാമത് കൊടുത്ത വാല്യൂ എക്ക് പോവും. അപ്പോൾ ഇവിടെ വേരിയബിൾ ഏത് ഓർഡറിലാണോ കൊടുക്കുന്നത് അതനുസരിച്ചാണ് വാല്യൂ സ്വീകരിക്കുക. ഞാൻ എ ബി സി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ വാല്യൂ 10 ഞാൻ കൊടുക്കുന്നത് ആർക്ക് കിട്ടും? എക്ക് കിട്ടും. പിന്നെ കൊടുക്കുന്നത് ബിക്ക്, പിന്നെ കൊടുക്കുന്നത് സിക്ക്. അതുകൊണ്ട് നമ്മൾ എ ബി സി എന്നുള്ള ഇഷ്ടമുള്ള ഏത് വേരിയബിൾസ് വേണമെങ്കിലും കൊടുക്കാം. എക്സ് വൈ സെഡ് എന്നാണ് കൊടുക്കുന്നതെങ്കിൽ എക്സിൻ്റെ വാല്യൂ 10, വൈൻ്റെ വാല്യൂ 5, സെഡിൻ്റെ വാല്യൂ 15. അപ്പോൾ നമ്മൾ 3 വേരിയബിൾസ് കൊടുക്കാൻ പറഞ്ഞു, 3 വേരിയബിൾസ് കൊടുത്തു. നമ്മൾ വേരിയബിൾ കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ 10, 5, 15 കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് റിസൾട്ട് കിട്ടണം. അടുത്ത പ്രാവശ്യം 20, 30, 40 കൊടുത്താലും റിസൾട്ട് കിട്ടണം അല്ലേ? അപ്പോൾ നമ്മൾ എപ്പോഴും പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ വേരിയബിൾസ് വെച്ച് മാത്രമേ ചെയ്യാറുള്ളൂ. കോൺസ്റ്റൻസ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോഗ്രാമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഇതാകുമ്പോൾ ഒരു പ്രോഗ്രാം ആകുമ്പോൾ എപ്പോഴും എന്തായിരിക്കണം? ജനറലൈസ്ഡ് ആയിരിക്കണം. എന്ത് വാല്യൂ കൊടുത്താലും അതിന് എന്ത് ചെയ്യാൻ കഴിയണം? റിസൾട്ട് തരാൻ കഴിയണം. ഇപ്പോൾ നമ്മൾ 3 വാല്യൂസ് കൊടുത്തു, എക്ക് 10, ബിക്ക് 5, സിക്ക് 15. അപ്പോൾ നമ്മുടെ ചോദിക്കുകയാണ് എ ഗ്രേറ്റർ ദാൻ ബി ആണോ? ഇവിടുത്തെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്കിൻ്റെ അകത്തേക്ക് കയറുകയുള്ളൂ. ഇവിടുത്തെ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ നേരെ എവിടേക്ക് പോകും? എൽസിൻ്റെ അകത്തേക്ക് പോകും. എ ബിനെക്കാട്ടും വലുതാണോ? എയുടെ വാല്യൂ എത്രയാണ്? 10 ആണ്. ബിയുടെ വാല്യൂ എത്രയാണ്? 5 ആണ്. 10 ഗ്രേറ്റർ ദാൻ 5, കണ്ടീഷൻ ട്രൂ ആണ് അല്ലേ? അപ്പോൾ നേരെ ഇങ്ങോട്ടേക്ക് വരും. എ ഗ്രേറ്റർ ദാൻ സി ആണോ? അടുത്ത എയുടെ വാല്യൂ എത്രയാണ്? 10 ആണ്. സിയുടെ വാല്യൂ എത്രയാണ്? 15 ആണ്. എ ഗ്രേറ്റർ ദാൻ സി ആണോ? ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് കയറും അല്ലേ? ഈ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ എവിടേക്ക് പോകും? ഇതിൻ്റെ എൽസിലേക്ക് പോകും. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് പോകും. ഈ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ ഇതിൻ്റെ എൽസിലേക്ക് പോകും. ഇനി ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക്, ഈ കേളി ബ്രാക്കറ്റിനകത്തേക്ക് കയറും. പക്ഷേ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് കയറും. ഈ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ എവിടേക്ക് പോകും? ഇതിൻ്റെ എൽസിലേക്ക് പോകും. അപ്പോൾ എയുടെ വാല്യൂ എത്രയാണ്? 10 ആണ്. സിയുടെ വാല്യൂ എത്രയാണ്? 15 ആണ്. 10 15നേക്കാട്ടും വലുതാണോ? 10 15നേക്കാട്ടും വലുതാണോ? ആണെങ്കിൽ ഇതിൽ കയറും. അല്ലെങ്കിൽ നേരെ എവിടേക്ക് പോകും? അതിൻ്റെ എൽസിലേക്ക് പോകും. ഏതാണ്? സി ഔട്ട്, സി ഈസ് ദ ഗ്രേറ്റസ്റ്റ്. നമ്മുടെ നമ്പർ പ്രകാരം സി ആണ് വലുത്. നമുക്ക് വേറെ വാല്യൂസ് കൊടുക്കാം. എക്ക് 20, ബിക്ക് 30, സിക്ക് 25. അപ്പോൾ നമ്മൾ എയുടെ വാല്യൂ എത്രയാണ്? ഇവിടെ എയുടെ വാല്യൂ മാറി, എയുടെ വാല്യൂ 20. ഇപ്പോൾ ആണോ ഇങ്ങനെ നമ്മൾ പ്രോഗ്രാം വേരിയബിൾസ് വെച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ നമ്മൾ നമ്പേഴ്സ് വെച്ച് ചെയ്യുകയാണെങ്കിൽ ആ നമ്പർ മാത്രമേ മാർക്കുള്ളൂ. ഇപ്പോൾ നമുക്ക് 10, 5, 15 കൊടുക്കാം. അടുത്ത കേസിൽ 20, 30, 25 കൊടുക്കാം. എന്ത് വാല്യൂ കൊടുത്താലും നമുക്ക് എന്ത് കിട്ടും? പ്രോഗ്രാമിൽ റിസൾട്ട് കിട്ടും. അപ്പോൾ എയുടെ വാല്യൂ 20, ബിയുടെ വാല്യൂ 30, സിയുടെ വാല്യൂ 25. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി ആണോ? എയുടെ വാല്യൂ 20 ആണ്, ബിയുടെ വാല്യൂ 30 ആണ്. 20 ഗ്രേറ്റർ ദാൻ 30 ആണോ? ആണോ? അല്ല, 20 30നേക്കാട്ടും ചെറുതാണ്. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ 20 30നേക്കാട്ടും വലുതാണെങ്കിൽ മാത്രമേ ഇതിനകത്ത് കയറാൻ പറ്റുള്ളൂ. ഈ കണ്ടീഷനെ ട്രൂ ഫാൾസ് ആണ്. 20 30നേക്കാട്ടും വലുതല്ല അല്ലേ? അപ്പം നേരെ എവിടെ തന്നെ എവിടേക്ക് പോകും? അതിൻ്റെ എൽസ് ഭാഗത്തിലേക്ക് പോകും. ഈ കൊടുക്കുന്ന കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്കിൻ്റെ അകത്തേക്ക് പോകും. ഈ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ നേരെ എവിടേക്ക് വരും? അതിൻ്റെ എൽസ് പാർട്ടിലേക്ക് വരും. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാവാം? എ ഗ്രേറ്റർ ദാൻ ബി അല്ല അല്ലേ? എ ഗ്രേറ്റർ ദാൻ ബി കണ്ടീഷൻ ഫാൾസ് ആണെൻ്റെ അർത്ഥം എന്താണ്? ബി ആണ് എനെക്കാട്ടും വലുത് അല്ലേ? എ ഗ്രേറ്റർ ദാൻ ബി അല്ല, എൻ്റെ അർത്ഥം എന്താണ്? ബി ഈസ് ഗ്രേറ്റർ ദാൻ എ, ബി ആണ് വലുതെന്ന്. അപ്പോൾ നമുക്ക് മനസ്സിലായി ബി ആണ് വലുത്. ഇനി എന്ത് ചെക്ക് ചെയ്താൽ മതി? എനെക്കാട്ടും വലുത് ബി ആണെന്ന് കിട്ടി. ഇനി അടുത്ത ആരെ തമ്മിൽ കമ്പയർ ചെയ്താൽ മതി? ബിയും സിയും കൂടെ കമ്പയർ ചെയ്താൽ മതി അല്ലേ? അപ്പോൾ ബിയുടെ വാല്യൂ എത്രയാണ് നമുക്ക്? 30ഉം സിയുടെ വാല്യൂ എത്രയാണ് നമുക്ക്? 25ഉം ആണ് അല്ലേ?
അപ്പോൾ ഇവിടേക്ക് വന്നു ബി ഗ്രേറ്റർ ദാൻ സി. പിന്നെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ബി ഗ്രേറ്റർ ദാൻ എ ആണോ എന്ന്? ആവശ്യമില്ല. കാരണം എ ഗ്രേറ്റർ ദാൻ ബി അല്ല എൻ്റെ അർത്ഥം എന്ത് തന്നെയാണ്? ബി ഗ്രേറ്റർ ദാൻ എ എന്നാണ് അർത്ഥം അല്ലേ? എ ബീനെക്കാട്ടും വലുതല്ല എന്ന അർത്ഥം എന്താണ്? ബി ആണ് എനെക്കാട്ടും വലുത്. രണ്ടാമത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അതിൻ്റെ എൽസ് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞു. 30 ഗ്രേറ്റർ ദാൻ 25 നോക്കി. 30ൻ്റെ വാല്യൂ 30 25-നേക്കാട്ടും വലുതാണ്. ബി ഗ്രേറ്റർ ദാൻ സി ആണോ? 30 25-നേക്കാട്ടും വലുതാണ്. അപ്പോൾ എന്ത് പ്രിൻറ്റ് ചെയ്യും? ബി ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഇല്ലേ? ഇനി അഥവാ എയും ബിനി എ ആണ് നമ്മൾ വലുത് കൊടുത്തു എന്ന് വിചാരിക്കുക. എ ഈസ് ഈക്വൽ ടു 30, ബി ഈസ് ഈക്വൽ ടു 20, സി ഈസ് ഈക്വൽ ടു 50 ഇങ്ങനെ നമ്മൾ കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെക്ക് ചെയ്യും? എ ഗ്രേറ്റർ ദാൻ ബി ആണോ? എ ബീനെക്കാട്ടും വലുതാണ്. നേരെ ഇങ്ങോട്ടേക്ക് വരും. എ ഗ്രേറ്റർ ദാൻ സി ആണോ? 30 ഗ്രേറ്റർ ദാൻ 15 ആണോ? കണ്ടീഷൻ ട്രൂ ആണ്. എ ഈസ് ഗ്രേറ്റസ്റ്റ് എന്നാണ് റിസൾട്ട് വരും. അപ്പോൾ ഈ പ്രോഗ്രാം നമ്മളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഈ പ്രോഗ്രാം ഒന്ന് എഴുതി നോക്കി വേരിയബിൾസ് കൊടുത്ത ശേഷം ഓരോ വേരിയബിളിനും ഓരോ വാല്യൂ കൊടുത്ത് നോക്കാം. നമുക്ക് സെക്കൻഡ് ഇയറും നമുക്ക് ഈ പ്രോഗ്രാം ആവശ്യമുള്ളതാണ്. പിന്നെ നെസ്റ്റഡ് ഇഫിന് ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നൊരു പ്രോഗ്രാം കൂടിയാണ്. ഈ പ്രോഗ്രാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ യൂസ് എന്ന് വെച്ചാൽ ഈ പ്രോഗ്രാം നമുക്ക് ലാബ് എക്സാമിന് ചോദിക്കും സെക്കൻഡ് ഇയർ. പിന്നെ നെസ്റ്റഡ് ഇഫിന് നമുക്ക് മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിളും കൂടെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ലാർജസ്റ്റ് എമംഗ് 3 നമ്പേഴ്സ് കണ്ടുപിടിക്കുക യൂസിങ് നെസ്റ്റഡ് ഇഫ്. അപ്പോൾ നമ്മൾ ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ ആദ്യത്തെ ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു ഇഫ്, രണ്ടാമത്തത് ഇഫ് എൽസ്, മൂന്നാമത്തത് നെസ്റ്റഡ് ഇഫ്. ഇത് മൂന്നിൻ്റെയും സിൻറ്റാക്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതെന്തായാലും പഠിക്കുക. അത് സിൻറ്റാക്സുകൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതി തന്നെ പഠിക്കുക.